ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഗ്ലോറിയയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ മാസത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഉണ്ണീശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈശോയുടെ അമ്മ, പരിശുദ്ധ അമ്മ നമ്മളോട് പലപ്പോഴും എന്താണ് പറഞ്ഞു തരിക എന്നാണ് നമ്മൾ ഈ ഓരോ വചനങ്ങളിലൂടെ ചിന്തിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ്. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, പല വിചാരങ്ങൾ, ഒരുപക്ഷെ രോഗത്തെ സംബന്ധിച്ചായിരിക്കാം, ഒരുപക്ഷെ ജോലി മേഖലയിലായിരിക്കാം, ഒരുപക്ഷെ പഠന മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റു പല ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കാം. പിന്നീട് എല്ലാവരോടും സങ്കീർത്തനം 31:24 ഇന്ന് നമുക്ക് തരുന്ന വചനം, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഏതെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിൽ ഈ ഉണ്ണീശോയുടെ തിരുപ്പിറവിലേക്ക് അടുക്കുമ്പോൾ ദുർബലരാകരുത്. കർത്താവിനെ കാത്തിരിക്കുന്നവരോട് പറയുകയാണ്, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവാൻ. നമ്മൾ ഇപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു തരികയാണ്, അധ്വാനിക്കുന്നത് കാണാനാണ് അമ്മയ്ക്ക് ഏറെ ഇഷ്ടം. അലസൻ്റെ ഹൃദയം പിശാചിൻ്റെ പണിപ്പുര തന്നെയാണ്. നീ അധ്വാനിക്കാൻ മനസ്സ് കാണിച്ചാൽ പ്രതീക്ഷിക്കുന്നതിലും അധികം പ്രതിഫലം നിനക്ക് ലഭിക്കും. നിന്റെ താലന്ത് നീ ഉപയോഗപ്പെടുത്തണം, അത് നീ മടി കാണിക്കരുത്. 5 താലന്ത് 10 വൃത്തിനെ പോലെ നീ അധ്വാനിക്കണം. അധ്വാനിച്ച് രാത്രി മുഴുവൻ മത്സ്യബന്ധനത്തിന് പോയ പ്രിയ ശിഷ്യന്മാരെ ഈശോ വെറും കൈയോടെ അല്ല പറഞ്ഞു വിട്ടത്. നിന്നെ ആരും കൂലിക്ക് വിളിക്കുന്നില്ലെന്ന് പറയരുത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെയൊക്കെ പറഞ്ഞു തന്നിട്ട് വിശുദ്ധ അമ്മ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്, അങ്ങനെ നീ അധ്വാനിക്കുക. നീ ഏതെങ്കിലും പ്രതിസന്ധിയിലാണോ, പ്രയാസങ്ങളിലാണോ, പ്രതീക്ഷയോടുകൂടി നീ അധ്വാനിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. നിനക്ക് അതിന് ഉത്തരം നൽകുന്ന ഒരു തമ്പുരാനുണ്ട്. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടല്ലയോ. നിന്റെ ദൈവമായ കർത്താവ് പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ജോഷ 1:9 പറഞ്ഞു തരുന്നു. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ഈശോയിലേക്ക് അഭയം പ്രാപിക്കാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing